ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇന്നത്തെ ഇവിടുത്തെ സ്പെഷ്യൽ ബീഫ് കറിയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ബീഫ് കറി എൻ്റെ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ കമോൺ. അതിന് വേണ്ടിയിട്ട് ഞാൻ 4-5 സവാള എടുത്തു. അതിൽ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, പെരുംജീരകം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം സവാള ഇട്ട് വഴറ്റി ഉപ്പും ഇട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പം കിട്ടും. ബീഫ് കറി ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും മട്ടൻ കറിക്കാണെങ്കിലും ഇങ്ങനെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പണി കഴിയും. അല്ലെങ്കിൽ സവാള ഒത്തിരി നേരിട്ട് നമ്മൾ വഴറ്റി കഷ്ടപ്പെടേണ്ടി വരും. അത് ഒഴിവാക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഒരു 750 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയാണ് കൂടുതൽ വേണ്ട. ഒരു 3 ടീസ്പൂൺ അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ കണക്കിന് നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർക്കുക. 3 സ്പൂൺ എടുക്കുകയാണെങ്കിൽ ഒരു 2.5 സ്പൂണൊക്കെ മതിയാവും മുളക് പൊടി. മഞ്ഞൾപ്പൊടി അതിലും കുറച്ച് മതി. അതിനുശേഷം അതിലേക്ക് കുരുമുളക് പൊടിയും പെരുംജീരകപ്പൊടിയും ഗരം മസാല പൊടിയും ഉപ്പും ചേർത്തു. പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ബീഫ് ആയതുകൊണ്ട് കുറച്ചധികം ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചേർക്കാറുണ്ട്. പിന്നെ കറിവേപ്പിലയും പച്ചമുളകും ചെറുള്ളിയും ചേർത്തു. പിന്നെ അത് കഴിഞ്ഞ് ഈ നെയ്യ് ചേർത്ത് എന്തിനാണെന്ന് വെച്ചാൽ നെയ്യും വെളിച്ചെണ്ണയും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യ് ചേർക്കുന്നത് ബീഫിന് തീരെ നെയ്യില്ലായിരുന്നു, അതുകൊണ്ടാണ്. കുറച്ച് നെയ്യുടെ മണം വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതിന്. അപ്പോൾ ഒത്തിരി കൊഴുപ്പുള്ള ബീഫാണെങ്കിൽ നെയ്യുടെ ആവശ്യമില്ല. ഞാനിത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ നെയ്യ് ആയതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തത്. ആ ബീഫിന് ഒത്തിരി കൊഴുപ്പൊന്നും ഉണ്ടായില്ല. അതുകൊണ്ടിട്ട് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യും കൂടി ചേർത്തു എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് അത് നമ്മുടെ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കുക. വെന്ത സവാള ആയതുകൊണ്ട് ഓൾറെഡി ഇനി അത് ബീഫിൻ്റെ ഒപ്പം കിടന്ന് നല്ല കുഴഞ്ഞ് നല്ല ഗ്രേവി ആയിട്ട് കിട്ടിക്കോളും. എന്നിട്ട് കുറച്ച് 1-2 തവണ ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് കുക്കർ അടച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇളക്കുമ്പോൾ സൂക്ഷിച്ച് ഇളക്കണം, ഇല്ലെങ്കിൽ ഇതുപോലെ തെറിച്ചൊക്കെ പോകും. കുറച്ചുകൂടെ വെളിച്ചെണ്ണ ചേർത്ത് ഞാൻ അടച്ചു വെച്ചു. ചെറിയ തീയിലും വലിയ തീയിലുമായിട്ട് ഞാൻ ഒരു 8 വിസിലടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തുറന്ന് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് പോരാ, അങ്ങനെ കുറച്ചുകൂടെ ഉപ്പുകൂടെ ചേർത്തു. ദേ സ്വാദിഷ്ടമായ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. സിമ്പിളല്ലേ? ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ബീഫ് കറി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത് എന്നെ സഹായിക്കണം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. താങ്ക് യു. ഇനിയും ഇതുപോലുള്ള റെസിപ്പിയുമായിട്ട് ഇനിയും വരാം. താങ്ക് യു സോ മച്ച്.